നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഉദ്ഗീത ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം നമ്മൾ 28 മന്ത്രങ്ങളോടുകൂടി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്ന ഉപാസനയാണ്. പ്രാണനെ ഉപാസിക്കാനായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. അതില് 28ാമത്തെ മന്ത്രം വരെ നമ്മൾ എത്തി. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഇതി. 28 മന്ത്രങ്ങളിൽ 28ാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി പ്രാണ ഉപാസന സാരാംശം പറഞ്ഞു തരികയാണ്. അല്ലെങ്കിൽ പ്രാണ ഉപാസന നടത്താൻ സാധിക്കാത്തവർക്ക് എന്ത് സാധനയാണ് ചെയ്യേണ്ടതെന്നും 2 കാര്യങ്ങൾ 28ാമത്തെ മന്ത്രത്തിൽ നമ്മൾ കണ്ടു. പ്രാണ ഉപാസന ചെയ്യുകയാണെങ്കിൽ 6 ഗുണങ്ങളോടുകൂടി പ്രാണനെ ഉപാസിക്കുകയാണെങ്കിൽ എന്താണ് ഫലം? ഉപാസ്യ ദേവതാ ഏകീഭാവ, നമ്മളത് കണ്ടു. അതിനുശേഷം അത് സാധിക്കുന്നില്ല എങ്കിൽ ഈ മന്ത്രം ജപസാധനയായി ഉപാസിക്കൂ. ഏത് മന്ത്രം? ഓം അസതോമ സദ്ഗമയ എന്നുള്ള അതിൻ്റെ സാമാന്യ അർത്ഥം നമ്മൾ കണ്ടു. ഇനി ഇതിനെ പിരിക്കേണ്ടത് ഇങ്ങനെയാണ്: അസതഹ മാ സദ്ഗമയ. അങ്ങനെയാണ്. അസതോമ, തോമ എന്നൊരു വാക്കില്ല. അസതഹ മാ സദ്ഗമയ. മാ എന്ന് വെച്ചാൽ എന്താണ്? എന്നെ. അസതഹ, അസത്തിൽ നിന്ന്, സദ്ഗമയ, സത്തിലേക്ക് നയിക്കണമേ. അടുത്ത എന്താ? തമസോമ. അപ്പൊ അവിടെ എന്താണ്? തമസഹ മാ, മാ എന്നെ. തമസഹ, തമസിൽ നിന്ന്. അല്ലെ, ഞാനിപ്പോ തമസിലാണ്. തമസിൽ നിന്ന് അസത്തമസഹ മാ ജ്യോതിഹി ഗമയ. ജ്യോതിർ എന്ന് വെച്ചാൽ വിസർഗ, അവിടെ വിസർഗായിട്ട് മാറും. ജ്യോതിർ, ജ്യോതിഹി ഗമയ. ജ്യോതിയിൽ, ജ്യോതിഹി എന്ന് വെച്ചാൽ ജ്യോതിയിലേക്ക്. ഗമയ, ഗമിക്കണമേ, നയിക്കണമേ. അല്ലെ, അടുത്ത എന്താണ്? മൃത്യോമ, മൃത്യോർമ. സാധാരണ ഉച്ചരിക്കാറില്ല, മൃത്യോർമ എന്നാണ്. മൃത്യുഹു മാ അമൃതം ഗമയ. മാ എന്നെ, മൃത്യോ അല്ലെങ്കിൽ മൃത്യുഹു മൃത്യുവിൽ നിന്ന്, അമൃതം, അമൃതം എന്ന് വെച്ചാൽ അമൃതത്വത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, ഗമയ നയിക്കണമേ. ഇങ്ങനെയാണ് പദം ഛേദിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. അസതഹ മാ സദ്ഗമയ, തമസഹ മാ സദ്ഗമയ, മൃത്യുഹു മാ സദ്ഗമയ. അങ്ങനെയാണ് വാക്കുകൾ. ഇനി നമ്മൾ 3 ഗമയ കണ്ടല്ലേ? ഒന്നാമത്തെ ഗമനം അല്ലെ, അസതോമ സദ്ഗമയ എന്നതിൽ പ്രഥമ ഗമനം എന്താണെന്ന് എഴുതിക്കോളൂ. മിഥ്യയിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണം. അതാണ് ആ നയനമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ നയിക്കണമേ എന്നുള്ള അഭ്യർത്ഥന ഉണ്ടല്ലോ, ആ അഭ്യർത്ഥന ഇതാണ്. എന്താണ്? മിഥ്യയിൽ നിന്ന് സത്യത്തിലേക്ക്. ഞാനിപ്പോൾ അസത്ത് എന്താണ്? ഈ ലോകം സത്യമാണ്, എപ്പോഴും ഇത് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ള മിഥ്യാധാരണ. ഞാൻ സത്യം, എൻ്റെ ശരീരം സത്യം, എൻ്റെ എന്തൊക്കെയാണോ ഞാൻ ഈ പ്രായത്തിനിടയ്ക്ക് ആർജിച്ചവ അവയൊക്കെ സത്യം എന്നുള്ള, അല്ലെങ്കിൽ പ്രകൃതി സത്യം എന്നുള്ളത് നശിക്കുന്നതാണിത്. പക്ഷെ അത് അംഗീകരിക്കാത്ത അവസ്ഥ, അതാണ് ഇവിടെ മിഥ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണം. അപ്പൊ അവിടെ സത്യം എന്തായിരിക്കണം? പരമാത്മാവ് മാത്രമേ സത്യമായിട്ട്, ത്രികാല അബാധിതം സത്യം. നമ്മൾ സത്യത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ത്രികാല അബാധിതം സത്യം, 3 കാലവും ബാധിക്കാത്തത്, നാശരഹിതത്തിനെയാണ് സത്യം എന്ന് പറയുന്നത്. അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതിലേക്ക്, ആ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അതാണ്
അസതഃ മാ സദ്ഗമയ എന്നുള്ള ആ ഗമനം. ഇനി രണ്ടാമത്തെ ഗമനം, തമസഃ മാ ജ്യോതിർഗമയ. അതായത് അവിടെ തമസ് എന്താണ് നമ്മൾ കണ്ടിരുന്നു, അജ്ഞാനം. മാ തമസഃ, ഞാനിപ്പോൾ അജ്ഞാനത്തിലാണ്, അതിൽ നിന്നും എന്നെ ജ്യോതിഹി, ജ്ഞാനത്തിലേക്ക്. എന്തൊക്കെ അജ്ഞാനമാണ് അത് നമ്മൾ തന്നെ മനനം ചെയ്യുക. എന്തൊക്കെ അജ്ഞാനമാണ് എനിക്കുള്ളത്, എനിക്ക് എന്ത് ജ്ഞാനമാണ് വേണ്ടത്, അതും മനനം ചെയ്യുക. എന്നിട്ട് ആ ജ്ഞാനത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ജ്യോതിർഗമയ, അല്ലെങ്കിൽ ജ്യോതിഹി മാ ഗമയ, എന്നെ ജ്യോതിയിലേക്ക് നയിക്കുക. ഈ മാ എന്നുള്ള വാക്ക് ഇതിൻ്റെ കൂടെ ചേർക്കണം. സത് മാ ഗമയ, ജ്യോതിഹി മാ ഗമയ, അമൃതം മാ ഗമയ, എന്നെ നയിക്കണമേ. മാ എന്നുള്ളത് എല്ലാറ്റിൻ്റെയും കൂടെ ചേർക്കണം കേട്ടോ. ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് ചേർക്കേണ്ടത്. അസതഃ മാ സദ്ഗമയ എന്നുള്ളത് എങ്ങനെയാ, അസതഃ, ഞാൻ അസത്യത്തിലാണ്, മാ സദ്ഗമയ, എന്നെ സത്തിലേക്ക് നയിക്കണമേ. അല്ലേ? കൂടുതൽ സൂക്ഷ്മത്തിലേക്ക് പോകുന്നില്ല, സാമാന്യമായി നമുക്ക് കാണാം. ഇനി മൂന്നാമത്തെ ഗമനം, മൃത്യുഹു മാ അമൃതം ഗമയ. മൃത്യുഹു മാ, ഞാൻ മൃത്യുവിലാണ്. മൃത്യു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കണ്ടിരുന്നു സംസാരം. സംസാരം എന്ന് വെച്ചാൽ ദുഃഖം, വീണ്ടും വീണ്ടും ദുഃഖ പുനർജന്മം, അല്ലെ ദുഃഖയോനിയിലുള്ള ജനനം. അത് ഞാൻ മടുത്തു. അതുകൊണ്ട് ഭഗവാനെ, എന്നെ ആ സംസാരത്തിൽ നിന്ന്, സംസാര ദുഃഖത്തിൽ നിന്ന് എന്നെ അമൃതത്വത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കണമേ. അതാണ് മൂന്നാമത്തെ ഗമനം. അപ്പം ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ എളുപ്പമാണ്. മിഥ്യാ ടു സത്യഗമനം ഫസ്റ്റ്, സെക്കൻഡ് അജ്ഞാനം ടു ജ്ഞാനഗമനം സെക്കൻഡ്, തേർഡ് സംസാരം ടു മോക്ഷഗമനം. സംസാരം ടു മോക്ഷ, സംസാരത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് നയിക്കണമേ. ഇതാണ് 3 തവണ പറയുകയാണ്. എന്നെ നയിക്കണമേ, നയിക്കണമേ, നയിക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇതി എന്നതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി അവസാനിപ്പിക്കുകയാണ്. അതായത് തൃതീയ ബ്രാഹ്മണം 28ാമത്തെ മന്ത്രത്തോടുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രാണ ഉപാസന 6 ഗുണങ്ങളോടുകൂടി ഉപാസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ മന്ത്രജപ സാധന നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടെ ചർച്ച ചെയ്യാം. ഇവിടെ പറയാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ മന്ത്രം വളരെ ഫേമസ് ആണ്. അസതോമ സദ്ഗമയ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, അല്ലെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ചൊല്ലുന്നതൊക്കെയാണ്. അവിടെ വരുമ്പോൾ ഓം ശാന്തി 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 3 തവണ നമ്മൾ ശാന്തി പാഠത്തോടു കൂടിയാണ് ഇത് അവസാനിപ്പിക്കുക. യഥാർത്ഥ മന്ത്രത്തിൽ അതില്ല. യഥാർത്ഥ മന്ത്രം ഏതാണ്? ബൃഹദാരണ്യ ഉപനിഷത്ത് മധുകാണ്ഡം പ്രഥമോധ്യായം തൃതീയ ബ്രാഹ്മണം 28ാമത്തെ മന്ത്രം, അല്ലേ? അതാണ്. അതിൽ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുക. ഇത് പഠിക്കാതെ നമ്മൾ ഈ മന്ത്രം മാത്രം ചൊല്ലുമ്പോൾ 3 തവണ ശാന്തിപാഠം ചൊല്ലണം എന്നതാണ് സാമ്പ്രദായിക പാഠ്യപദ്ധതി നിയമം. അങ്ങനെയാണ്. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇതൊന്നും അറിയില്ല ആളുകൾക്ക്. എന്താണ് അസത്തെന്നും എന്നെ സത്തിലേക്ക് നയിക്കണമെന്നും എന്താണ് അജ്ഞാനമെന്നും അല്ലെങ്കിൽ എന്താണ് മധുകാണ്ഡമെന്നോ എന്താണ് ബൃഹദാരണ്യം ഒന്നും അറിയാതെയാണ് നമ്മളിത് ചൊല്ലുന്നത്. അപ്പോൾ ആ രീതി അവലംബിക്കും. അതായത് ഈ അർത്ഥം ഒന്നും അറിയാണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ ത്രിവിധ ശാന്തി ചൊല്ലണം. കാരണം ഇത് ശാന്തിപാഠമായി. ഇതിൻ്റെ മഹത്വം കണ്ടിട്ട് പിന്നീട് വന്ന ആചാര്യന്മാർ, യാജ്ഞവൽക്യ മഹർഷിക്ക് അനന്തരം വന്ന ആരെന്ന് ആർക്കും അറിയില്ല. ആരാണ് ഇതിനെ ഇത്ര പോപ്പുലറൈസ് ചെയ്തതെന്നോ ആരാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ശാന്തിപാഠമായി തിരഞ്ഞെടുത്തതെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ
അങ്ങനെ തെരഞ്ഞെടുത്ത ആചാര്യന്മാർ എന്ത് ചെയ്തു? ഇത് മന്ത്രരൂപത്തിൽ ഇതിനെ പൂർണ്ണമാക്കുവാൻ വേണ്ടി ത്രിവിധ ശാന്തി ചൊല്ലുന്നു. ഓം ശാന്തി 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 എന്ന് പറഞ്ഞാണ് ഈ അസതോമ സദ്ഗമയ എന്നുള്ള മന്ത്രം മാത്രം ജപിക്കുന്നത്. അല്ലേ? അപ്പം അതുകൊണ്ട് അതും ചൊല്ലുന്നതിന് പ്രശ്നമില്ല. ഇനി അത് സാധിക്കുന്നില്ല, അത് വേണ്ടെങ്കിൽ ഇങ്ങനെയും ചൊല്ലാം. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഇതി ഇങ്ങനെ ചൊല്ലിയാലും ഒരു പ്രശ്നവുമില്ല. കാരണം യാജ്ഞവൽക്യ മഹർഷി അങ്ങനെയാണ് നമ്മളോട് ജപസാധന പറഞ്ഞു. അത് നമ്മൾ ഇവിടെ വരെ എത്തി ഇവിടെ പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചൊല്ലാൻ നമുക്ക് അധികാരം ഇപ്പോഴാണ് കിട്ടിയത്. ഇന്നലെ വരെ ഇല്ലായിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ഇന്ന് മുതൽ നമുക്ക് ചൊല്ലാം, അത് പ്രശ്നമില്ല. ഇല്ല, അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം മുതലേ ചൊല്ലിയത് ശാന്തി പാഠമായിട്ടാണ്. ഓം അസതോമ സദ്ഗമയ മുഴുവൻ ചൊല്ലി മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 എന്ന് ചൊല്ലാം, അല്ലേ? അതിന് തെറ്റില്ല. കാരണം ഞാനിത് ശാന്തി പാഠമായി കാണുകയാണ്. പ്രാണ ഉപാസനയായിട്ടല്ല അപ്പോൾ വരിക. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രാണ ഉപാസനാ ഫലമാണ് വേണ്ടെങ്കിൽ ഇതുപോലെ ചൊല്ലണം. ശ്രദ്ധിക്കണേ, സൂക്ഷ്മമാണിത്. പ്രാണ ഉപാസനാ ഫലമാണ്. എനിക്ക് 6 ഗുണങ്ങളും ഒന്നും ഉപാസിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എളുപ്പമാർഗമാണ് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ സാരമില്ല, 6 ഗുണങ്ങളും ധ്യാനിക്കണ്ട, ഉപാസിക്കണ്ട, നിങ്ങൾ ഇത് ജപിക്കൂ. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ജപിക്കണം. എങ്ങനെ? ഇതി എന്ന് അവസാനിപ്പിച്ച് ജപിക്കണം. ഇല്ല, എനിക്ക് പ്രാണ ഉപാസനയൊന്നും വേണ്ട, എനിക്ക് ശാന്തി പാഠമായിട്ട് ഞാൻ ചെറുപ്പം മുതലേ എന്താണോ ആചരിച്ചത് അത് ഞാൻ ഇനി തുടരാൻ എനിക്ക് അതാണ് താല്പര്യം എങ്കിൽ എന്ത് ചെയ്യണം? ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് ശാന്തി പാഠമായി ഇതിനെ ചൊല്ലി അവസാനിപ്പിക്കണം. പക്ഷെ പ്രാണ ഉപാസന ഫലം കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ അല്ലേ? ഒന്നുകൂടെ പറയാ, ഇത് സൂക്ഷ്മമാണ്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഓം ശാന്തി 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 എന്ന് ചൊല്ലുകയാണെങ്കിൽ എന്താണ്? എനിക്ക് പ്രാണ ഉപാസനാ ഫലം കിട്ടില്ല. കാരണം ആ സങ്കല്പമേ എനിക്കില്ല. എന്താണ് പ്രാണ ഉപാസന എന്ന് എനിക്കറിയില്ല. അറിഞ്ഞാൽ തന്നെയും ഞാനത് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ പോലെ ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്ക്. ഞാൻ ശാന്തി പാഠം പഴയ പോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പ്രാണ ഉപാസന ഫലം കിട്ടില്ല. പക്ഷെ എനിക്ക് മറ്റു ഫലങ്ങൾ കിട്ടും. എന്താണ് മറ്റു ഫലങ്ങൾ? ശാന്തി പാഠത്തിൻ്റെ ഫലം കിട്ടും. ശാന്തി പാഠത്തിൻ്റെ ഫലം എന്താണ്? ത്രിവിധ ശാന്തി നിവൃത്തി കിട്ടും, അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ത്രിവിധ ശാന്തി നിവൃത്തി കിട്ടും. അതേതൊക്കെയാണ്? ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മിക. അതെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നുള്ള അനുഗ്രഹം, എന്നിൽ നിന്ന് തന്നെയുള്ള അനുഗ്രഹം, പ്രകൃതിയുടെ അനുഗ്രഹം, ഇതെല്ലാം എനിക്ക് വളരെ വിഭവസമൃദ്ധമായിട്ട് കിട്ടും. ആ ഫലം ആണ് നമ്മൾ കാക്ഷിക്കുന്നതെങ്കിൽ ത്രിവിധ ശാന്തിയോടുകൂടി ശാന്തി പാഠമായി നമ്മൾ ചൊല്ലുക. ഇല്ല, ഞാൻ ഇന്നു മുതൽ മനസ്സിലാക്കുന്നു പ്രാണ ഉപാസനയുടെ പ്രാധാന്യം, അതുകൊണ്ട് എനിക്ക് ആ ഫലമാണ് വേണ്ടതെങ്കിൽ ആ സങ്കല്പത്തോടുകൂടി എനിക്ക് പ്രാണ ഉപാസനയുടെ ഫലം ലഭിക്കണേ എന്നുള്ള സങ്കല്പത്തോടുകൂടി എന്ത് ചെല്ലണം? ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഇതി എന്ന് ചൊല്ലണം. ഓരോ വാക്കിനും വേദത്തിൽ അത്ര പ്രാധാന്യമുണ്ട്. നമ്മൾ ചൊല്ലുന്ന രീതിക്കനുസരിച്ച് ഫലവും മാറും. അതുകൊണ്ട് ആ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ വ്യവഹാരത്തിൽ ഇതുള്ളത് കൊണ്ട് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. അതാണ് സനാതന ധർമ്മത്തിൻ്റെ എന്താ പറയുക, ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. ഇനി ഇതൊന്നുമില്ല, എനിക്ക് ഈ മന്ത്രം ജപിക്കാനൊന്നും സമയമില്ല എങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ പ്രാണനെ ഒന്ന് നിരീക്ഷിക്കുക. അയ്യോ, ഞാൻ പ്രാണനുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത്, അല്ലേ? ജഡമല്ല, അല്ലേ? എനിക്ക് കുളിക്കാൻ സാധിച്ചു, പല്ല് തേക്കാൻ സാധിച്ചു, അല്ലേ? എന്തൊക്കെ നമ്മൾ ഇത്രയും സമയം കൊണ്ട് ചെയ്തു.
അതൊക്കെ സാധിച്ചത് ഞാൻ ജഡമല്ലാത്തത് കൊണ്ടാണ്. അത് എൻ്റെ ശരീരത്തിൽ പ്രാണനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കൃതാർത്ഥത മതി പ്രാണ ഉപാസനയായി. അല്ലാണ്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ പറയുന്നതേയില്ല. അത് കുറച്ചും കൂടെ സ്ഥൂല രൂപമാണ്. അതൊക്കെ നമ്മുടെ ശാസ്ത്രം എന്താ പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും ധ്യാനിക്കാം. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ധ്യാനമായി. ധ്യാനം എന്ന് വെച്ചാൽ ഉപാസനയായി അല്ലേ. എനിക്ക് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, എനിക്ക് വ്യവഹരിക്കാൻ സാധിക്കുന്നു, ഓംകാരം ജപിക്കുമ്പോൾ എനിക്ക് ഓംകാരം ജപിക്കാൻ സാധിക്കുന്നു ഇത്യാദികൾ ഈ 6 സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ഒന്ന് കഴിഞ്ഞ് ഒന്നാമത്തെ ഗുണം ധ്യാനിച്ചു, രണ്ടാമത്തെ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും എടുത്ത് ധ്യാനിക്കുക, അല്ലെ ഏതെങ്കിലും എടുത്ത് ചിന്തിക്കുക. ഒരെണ്ണം ചെയ്താലും അത് ഉപാസനയായി. അത് സാധിക്കാത്തവർക്കാണ് ഈ ഒരു മാർഗം പറഞ്ഞത്. നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. പിന്നെ അങ്ങനെ നമ്മൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനുശേഷം ഇല്ല, ഞാൻ ഈ അജ്ഞാനത്തിലും മിഥ്യയിലും സംസാരത്തിലുമാണ് വീണ്ടും കറങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഫലവും യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. എന്താണ്? അധോഗതി. നമ്മൾ ഒന്ന് എഴുതിയിരുന്നു ആദ്യം. അധോഗതിയാണ്. അതായത് വീണ്ടും വീണ്ടും ദുഃഖ ശരീര പ്രാപ്തി. പിന്നെ അല്ല, എനിക്ക് ഇതിൽ നിന്നും എനിക്ക് സത്തിലേക്ക്, അസത്തിൽ നിന്നും സത്തിലേക്കും ജ്യോതിയിലേക്കും അമൃതത്വത്തിലേക്കുമാണ് നയിക്കേണ്ടതെന്നുള്ള പ്രാർത്ഥനയും ആ പ്രാർത്ഥനയോടൊപ്പം എൻ്റെ ഉപാസനയും സാധനയും പ്രയത്നവും ഉണ്ടെങ്കിൽ ഞാൻ മോക്ഷത്തിലേക്ക് നയിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഊർധ്വഗതി, ഉയർന്ന പ്രാപ്തി അല്ലേ. ആ ഫലവും നമ്മൾ കണ്ടു. അതോടുകൂടി പ്രഥമാധ്യായം തൃതീയ ബ്രാഹ്മണം സമാപ്ത അല്ലേ. അത് പറഞ്ഞ് അവസാനിച്ചു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തതും പ്രഥമ അധ്യായം മുഴുവൻ നമ്മൾ സമ്മറിയാണ് കാണുന്നത് കേട്ടോ. അത് കാരണം മുഴുവൻ ഉപാസനയായതുകൊണ്ട്. ഇനി ദ്വിതീയ അധ്യായം മുതലാണ് നമ്മൾ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഉപാസന തുടരാം. ഹരിയോ, 28ാമത്തെ മന്ത്രം വളരെ വലുതുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു 5-6 വരി ഉണ്ടല്ലോ, അതെന്താ ചെല്ലാത്തത്? ഒരു മിനിറ്റ് എടുക്കട്ടെ. ഒന്ന് 3:28. അതായത് ബാക്കി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, സകാമമായിട്ട് ഉപാസിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കതിന് ആവശ്യമില്ല. കാരണം നമ്മൾ ഒന്നാമത്തെ അശ്വബ്രാഹ്മണത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അശ്വബ്രാഹ്മണത്തിൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സകാമമായി കിട്ടിയ സ്വർഗലോക പ്രാപ്തി എന്താണോ നമ്മൾ കാമിക്കുന്നത് ആ കാമനാപ്രാപ്തിയാണെന്ന് പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി വീണ്ടും പറയുന്നത്. നിങ്ങൾ സകാമമായി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സകാമമായി ചെയ്താൽ എന്താണോ കാമിക്കുന്നത് അത്. കാമം കാമയതേതം, കാമം കാമയതേതം ഗായതി. അതായത് എന്തൊക്കെയാണോ നമ്മൾക്ക് ആഗ്രഹങ്ങൾ അത് വീണ്ടും വീണ്ടും പൂർത്തീകരിക്കുവാനോട്ടുള്ള പരിശ്രമം. അതായത് ഇത്രയേ ഉള്ളൂ. അസതോമാ സദ്ഗമയ എന്നുള്ള മന്ത്രം, അല്ലെങ്കിൽ പ്രാണ ഉപാസന, അല്ലെങ്കിൽ അഗ്നി ഉപാസന, അല്ലെങ്കിൽ ഉപാസന, അല്ലെങ്കിൽ ഓംകാര ഉപാസന, ഏത് ഉപാസനയാണോ നമ്മൾ സകാമമായി ചെയ്താൽ സകാമ ഫലം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇതുവരെയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളത്. കാരണം ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കാൻ എത്തിയ സാധകർ സകാമികളല്ല. അങ്ങനെയുള്ളവർ ഇവിടെ വരെ എത്തൂല്ല. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. നമുക്ക് നിഷ്കാമ ഫലമാണ് വേണ്ടത്. നിഷ്കാമ ഫലം യാജ്ഞവൽക്യ മഹർഷി ഇതി എന്ന് പറഞ്ഞുകൊണ്ട്, മൃത്യോർമ അമൃതം ഗമയ ഇതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സ്വാമി ഹരിയോ, അപ്പൊ നമ്മള് ഈ ശാസ്ത്രീയ ഉപനിഷത്ത് നമ്മളിപ്പോ പാരായണം ചെയ്യണ പോലെ ഇത് ചെയ്യണ്ട പറയാണ്. വേണ്ട. ബാക്കിയുള്ള മതം നമ്മൾ ദ്വിതീയ അധ്യായം മുതൽ പാരായണം ചെയ്യും. അവിടെയാണ് ബ്രഹ്മവിദ്യ തുടങ്ങുന്നത്. അത് അമ്മ ചാന്തോക്യത്തിന് വരാത്തതുകൊണ്ടായി കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ ഇങ്ങനെയാണ് തുടർന്ന് വന്നത്. അവിടെ പഠിച്ചത് ഓർമ്മയില്ലേ? ദ്വിതീയ അധ്യായത്തില്
നമ്മൾ അവിടെ 6 അധ്യായം മുതൽ ആ വേർഡ് ബൈ വേർഡ് മീനിങ് ഞാൻ ഇത് തുടങ്ങിയപ്പോഴും പറഞ്ഞിരുന്നു. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. പക്ഷേ ഇത് എന്താണ് ചൊല്ലാത്തത് എന്നുള്ളത് ഇപ്പോഴാണ് ക്ലാരിഫൈ ചെയ്തത്. ഒന്നും കൂടെ പറയാം എല്ലാവർക്കും വേണ്ടി. ദ്വിതീയോധ്യായം മുതലേ നമ്മൾ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കുകയുള്ളൂ. കാരണം അവിടെയാണ് ബ്രഹ്മവിദ്യ ആരംഭം. ഉപാസന പ്രഥമ അധ്യായം മുഴുവൻ ഉപാസനയാണ്. ആ ഉപാസന എന്തുകൊണ്ട് വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കാത്തതിൻ്റെ കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ അശ്വമേധം കണ്ടു, ഒരു ഉദാഹരണമായിട്ട് അശ്വമേധം കണ്ടു. നമ്മളെ കൊണ്ട് സാധ്യമല്ല അത് ചെയ്യാൻ. അശ്വമേധ അനന്തരം ആ അഗ്നി എടുത്തു വേണം അഗ്നി ഉപാസന ചെയ്യാൻ. അത് സാധ്യമല്ല. അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു ആചാര്യന്മാർ? യാജ്ഞവൽക്യ മഹർഷി ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഗുരുകുലത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും ഇരുന്ന് പഠിച്ചത്. അവരെ കൊണ്ട് സാധിക്കും. ഇപ്പം ചെയ്യാൻ ഒന്നാമത് ചക്രവർത്തി വേണം. നമ്മുടെ രാജ്യത്ത് എവിടെയാണ് ചക്രവർത്തി ഉള്ളത്? സാധ്യമല്ല. ക്ഷത്രിയൻ എവിടെയുണ്ട്? ക്ഷത്രിയന്മാരെല്ലാം നശിച്ചു. അപ്പോൾ സാധ്യമല്ലാത്തത് കൊണ്ട് പിന്നീട് വന്ന നമ്മൾ ശങ്കര പരമ്പര മുഴുവൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഞാനും ഇങ്ങനെ ആശ്രമത്തിൽ സ്വാമിജി പഠിപ്പിക്കുന്നു. ഇപ്പം ബൃഹദാരണ്യ ഉപനിഷത്ത് നമുക്ക് 300 ചില്ലാനം ക്ലാസ്സുകളായി, തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇങ്ങനെയാണ് നമ്മളെയും പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് പ്രാക്ടിക്കലി ഈ ഉപാസന യാജ്ഞവൽക്യ മഹർഷി പറയുന്ന അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഉപാസന നിഷ്കാമമായി സങ്കല്പത്തോടുകൂടി ചെയ്താൽ എന്ത് ഫലമെന്നും പറയുന്നു. അത് നിഷ്കാമമായി തുടര വേണമെന്നും നമുക്ക് അനുശാസിച്ചുകൊണ്ട് നമ്മൾ തുടരുകയാണ്. അധ പ്രഥമോധ്യായ ചതുർത്ഥ ബ്രാഹ്മണ. എഴുതിക്കോളൂ. പ്രഥമകാന്ഡം അതെല്ലാവർക്കും അറിയാലോ. മധുകാന്ഡം പ്രഥമ അധ്യായം ചതുർത്ഥ ബ്രാഹ്മണം. ചതുർത്ഥം എന്ന് വെച്ചാൽ 4, നാലാമത്തെ. ബ്രാഹ്മണം എന്ന് വെച്ചാൽ സെക്ഷൻ, 4ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ 17 മന്ത്രങ്ങളുണ്ട്. 17 മന്ത്രങ്ങൾ. ടോട്ടൽ 17 മന്ത്രാസ്. ഇനി അതിലെഴുതിക്കോളൂ. ഈ ചതുർത്ഥ ബ്രാഹ്മണത്തിൻ്റെ പേരെഴുതിക്കോളൂ. പുരുഷവിധ ബ്രാഹ്മണം. പുരുഷവിധ. ദയയുടെ ദായാണ് കേട്ടോ. ദയാ ധാനം എന്നൊക്കെ എഴുതില്ലേ, ആ ദാ. പുരുഷവിധ. നമ്മൾ വിവിധം എഴുതുന്ന ധായല്ല കേട്ടോ, ധനത്തിൻ്റെ ധായല്ല, ദയയുടെ ധ. പുരുഷവിധ ബ്രാഹ്മണം. പുരുഷവിധ ബ്രാഹ്മണം. ഇനി നമുക്ക് പുരുഷവിധം എന്ന് വെച്ചാൽ ഇവിടെ പുരുഷവിധം എന്ന് വെച്ചാൽ പുരുഷനെ സംബന്ധിച്ചത്. ഇവിടെ പുരുഷൻ ആരായിരിക്കും? അപ്പോൾ പരമാത്മാ. ഇവിടെ ഈശ്വരനെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഈ ബ്രാഹ്മണത്തിനെ പുരുഷവിധ ബ്രാഹ്മണമെന്ന്. അപ്പോൾ നമ്മൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു സംശയം തോന്നി. ഇത്രയും നേരവും ഈശ്വരനെ സംബന്ധിച്ചതല്ലേ പറഞ്ഞത്? അല്ല, ഈശ്വരനെ ഉപാസിക്കണം, നിഷ്കാമമായി ഉപാസിക്കണം, എങ്കിൽ നിഷ്കാമ ഫലം, സകാമമായി ചെയ്താൽ വീണ്ടും വീണ്ടും പുനർജന്മം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എന്തിനാ പുരുഷവിധം എന്നുള്ള പേര് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായി കാണുമെന്ന് വിചാരിക്കുന്ന. ഇല്ലേ, ഉണ്ടാകണം അല്ലേ? പുരുഷവിധ ബ്രാഹ്മണം, പുരുഷനെ സംബന്ധിച്ചത്, ഈശ്വരനെ സംബന്ധിച്ചത്. ഇവിടെ ഈശ്വരനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഈശ്വരനെ സംബന്ധിച്ച എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വര സൃഷ്ടിയെ സംബന്ധിച്ചത്. എഴുതിക്കോളൂ. പുരുഷവിധം എന്ന് വെച്ചാൽ പുരുഷനെ സംബന്ധിച്ചത്, പുരുഷ സൃഷ്ടിയെ സംബന്ധിച്ചത്. സൃഷ്ടി എന്നുള്ള വാക്ക് ഹെഡിങ്ങിൽ യാജ്ഞവൽക്യ മഹർഷി കൊടുത്തില്ല, പുരുഷവിധാന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്: പുരുഷ സൃഷ്ടിവിധ ബ്രാഹ്മണം. അദ്ദേഹം പറയാത്തത് നമുക്ക് ആദ്യം പറയാൻ പറ്റില്ലല്ലോ, പിന്നെ നമുക്ക് എക്സ്പ്ലനേഷനിലല്ലേ പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എഴുതി ചേർക്കുക, പുരുഷ സൃഷ്ടിവിധ ബ്രാഹ്മണ. സൃഷ്ടി എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇടണം, കാരണം യാജ്ഞവൽക്യ മഹർഷി ആ പദം പ്രയോഗിക്കുന്നില്ല.
നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പ്രയോഗിച്ചാൽ മതി. പുരുഷ സൃഷ്ടിവിധ ബ്രാഹ്മണം അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടിവിധ ബ്രാഹ്മണം അല്ലേ? ഇനി അത് പറയില്ല കേട്ടോ ആ വാക്ക്. ഈ ബ്രാഹ്മണത്തിൻ്റെ പേര് ആരെങ്കിലും ചോദിക്കും നിങ്ങളോട്, ചതുർത്ഥ ബ്രാഹ്മണ പഠിക്കുന്നെന്ന് പറഞ്ഞാൽ ഏതെന്ന് പറഞ്ഞാൽ പുരുഷ സൃഷ്ടിവിധാന്ന് പറയരുത്. സ്വാമിജിമാർ വഴക്കും അറിയുക, അയ്യോ നിങ്ങൾ തെറ്റ് പറയുന്നു. കാരണം അത് യാജ്ഞവൽക്യ മഹർഷി ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം എന്താ ഉപയോഗിച്ചത്? പുരുഷവിധ ബ്രാഹ്മണം എന്ന്. ഇനി ഇതിൽ 17 മന്ത്രങ്ങളുണ്ട്. ഇനി സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ധാരാളം സ്ഥലത്ത് പഠിച്ചതായതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമാകും. ഒന്നാമത്തെ മന്ത്രം എഴുതിക്കോളൂ. ഒന്നാമത്തെ മന്ത്രം എന്തിനെക്കുറിച്ചാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നതെന്ന് എഴുതിക്കോളൂ. മന്ത്രം 1 ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഒന്നൊന്ന് നമ്പർ ഇട്ടാ എഴുതേണ്ടത് ഹിരണ്യഗർഭ സ്തുതി അല്ലെങ്കിൽ ഈശ്വര സ്തുതി. ഈശ്വരനെ ശാസ്ത്രം വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹിരണ്യഗർഭൻ. എന്തുകൊണ്ട് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു? നമ്മൾ സാധാരണ ഹിരണ്യഗർഭൻ എന്നുള്ള വാക്ക് വേദത്തിൽ മാത്രമേ ഉപയോഗിക്കൂ. പുരാണങ്ങളിൽ വളരെ ചുരുക്കമാണ്. പുരാണങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്ക് ബ്രഹ്മാവെന്നാണ്. ചതുർമുഖ ബ്രഹ്മാവെന്നാണ് ഉപയോഗിക്കുക. ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ ഈശ്വരനെ വിളിക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ എപ്പോഴേലും സന്ധ്യയ്ക്കോ രാത്രിയിലോ എപ്പോഴേലും ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ, എങ്കിലേ ഓർമ്മ കിട്ടുക. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്, കാരണം എല്ലാവരും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. എഴുതിക്കോളൂ. മന്ത്രം 1 ഹിരണ്യഗർഭ സ്തുതി. ഹിരണ്യഗർഭനെന്ന് ഈശ്വരനെ സൃഷ്ടി നടത്തുമ്പോൾ വേദം വിളിക്കുന്ന പേരാകുന്നു. ഹിരണ്യഗർഭൻ എന്ന പേര് ഈശ്വരനെ സൃഷ്ടി നടത്തുന്ന സമയത്ത് വേദം വിളിക്കുന്ന പേരാകുന്നു. എന്ത് പേര്? ഹിരണ്യഗർഭൻ. ഒന്നുകൂടെ പറയാ, വേദം സൃഷ്ടി നടത്തുമ്പോൾ ഈശ്വരനെ വിളിക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ. അതായത് ഈ ഹിരണ്യത്തിന്, ഈ പ്രകൃതി, ഈ ഹിരണ്യം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജഗത്താണ്. സർവ ജഗത്തിനെയും ഗർഭം ധരിക്കുകയാണ്, എന്നിട്ട് അതിനെ സൃഷ്ടിക്കുകയാണ്. അതാണ് ഹിരണ്യഗർഭൻ എന്ന പേര് വേദം വിളിക്കുന്നു. പുരാണത്തിലെത്തിയാൽ നമുക്കൊക്കെ എളുപ്പമാണത്. പുരാണത്തിലെത്തിയാൽ ഈ ഹിരണ്യഗർഭനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മാ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മന്ത്രം 1 പ്രഥമോധ്യായം ചതുർത്ഥ ബ്രാഹ്മണം പുരുഷവിധ ബ്രാഹ്മണം. മന്ത്രം 1 ഹിരണ്യഗർഭസ്തുതി. ഹിരണ്യഗർഭനെ സ്തുതിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അവിടെ എന്ത് ഉപാസനയാണ് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ഹിരണ്യഗർഭൻ എന്നുള്ള വാക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? സ്തുതി. ഹിരണ്യഗർഭനെ സ്തുതിക്കുക എന്നുള്ള ഉപാസന പറയുകയാണ്. എങ്ങനെ സ്തുതിക്കുക? ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തിനെ ഗർഭം ധരിച്ച് സൃഷ്ടിച്ചത് കൊണ്ടാണ് ഞാനുള്ളത്, ഈ ജഗത്തുള്ളത്, പഞ്ചമഹാഭൂതങ്ങളുള്ളത്. എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഉണ്മയുണ്ടായത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചത്, എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ഈശ്വരൻ ഹിരണ്യഗർഭൻ എന്ന പേരോടുകൂടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ആ സ്തുതി പറഞ്ഞു തരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? അറിഞ്ഞുകൂടാ, ഒന്നുകൂടെ പറയാം. നമ്മളെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഓരോന്നിലും കൃതാർത്ഥരാക്കുകയാണ്. ഭഗവാനെ, അങ്ങ് അല്ലെങ്കിൽ നമ്മൾ ഓരോ പൊസിഷനിലെത്തുമ്പോൾ ഓരോ നമുക്കൊരു
ഓരോ പേരുകൾ കിട്ടില്ല. ഇപ്പോൾ ഒരാൾ ഗർഭം ധരിച്ച്, ഒരു സ്ത്രീ 10 മാസം കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് കഴിഞ്ഞാലേ അവരെ അമ്മയെന്ന് വിളിക്കുള്ളൂ. അതുവരെ അമ്മ എന്നുള്ള ടൈറ്റിൽ അവർക്കില്ല അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അവർ മരണം വരെ അമ്മയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈശ്വരൻ എന്നുള്ള ആള് ഈ പ്രപഞ്ചത്തിനെ ഗർഭം ധരിച്ച് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു. അപ്പോഴെന്താണ്, ഈശ്വരന് മറ്റൊരു ടൈറ്റിലും കൂടെ ആഡ് ചെയ്തു. ആ ടൈറ്റിലാണ് ഹിരണ്യഗർഭൻ അല്ലേ? ഈശ്വരൻ ഈ പ്രപഞ്ചത്തിനെ ഗർഭം ധരിച്ച് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈശ്വരൻ്റെ പേരെന്തായി മാറി? ഹിരണ്യഗർഭൻ എന്ന പേരും കൂടെ അല്ലേ? ഇപ്പോൾ ഒരു സ്ത്രീ അമ്മയായ അവരുടെ ഒറിജിനൽ പേര് മാറുന്നില്ല അല്ലേ? അവർക്ക് അമ്മ എന്നുള്ള പേരും കൂടെ കൂടിച്ചേരുകയാണ്. അതുപോലെ തന്നെ ഈശ്വരൻ എന്നുള്ള പേര് മാറുന്നില്ല. ഈശ്വരൻ സൃഷ്ടി നടത്തിയപ്പോൾ ഒരു പേരും കൂടെ, ഒരു ടൈറ്റിലും കൂടെ ആഡ് ചെയ്തു. ആ പേരാണ് ഹിരണ്യഗർഭൻ. അപ്പോൾ ഇവിടെ നമ്മളോട് പറയാണ് ഹിരണ്യഗർഭനെ സ്തുതിക്കാൻ. ഇവിടെ സ്തുതി എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭൻ ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് എന്ന് ഓർത്താൽ മതി, അത് സ്തുതിയായി. അല്ലാണ്ട് ഹിരണ്യഗർഭായ നമ എന്ന് പറഞ്ഞ് സ്തുതിക്കാനല്ല പറയുന്നത്. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഓർമ്മപ്പെടുത്തുകയാണ്, ഭഗവാൻ അല്ലെ എൻ്റെ ഇഷ്ടദേവത ആരായിക്കോട്ടെ, ഇപ്പം കൃഷ്ണനായിക്കോട്ടെ ഞാൻ വിളിക്കുന്നത്, ആ കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത് കൊണ്ടാണല്ലോ പ്രപഞ്ചമുണ്ടായത്, പഞ്ചമഹാഭൂതം ഉണ്ടായത്, വായു ഉണ്ടായത്, ആകാശം ഉണ്ടായത്, ഭൂമി ഉണ്ടായത്, ഞാൻ ആ ഭൂമിയിലുണ്ടായത്. ഈശ്വരൻ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ജ്ഞാനം നിലനിൽക്കുന്നത്. അപ്പം ആ സൃഷ്ടികർത്താവിനെ ഞാൻ ഓർക്കുന്നു. അല്ല അതൊക്കെ വിട്ടേര്, അമ്മ എന്നെ ഗർഭം ധരിച്ചത് കൊണ്ട്, അല്ല ആയിരക്കണക്കിന് കുട്ടികളല്ലേ, എത്രയാ മില്യൺ എന്നാ പറയുന്ന ശാസ്ത്രം, അവരെയൊക്കെ തോൽപ്പിച്ച് ഞാൻ മുന്നേറി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫസ്റ്റ് ഞാൻ എത്തിയത് കൊണ്ടാണല്ലോ അമ്മയ്ക്ക് എന്നെ ധരിക്കാൻ സാധിച്ചത് അല്ലേ? അമ്മ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ വരിക ഭൂമിയിലേക്ക്? എന്നാലോചിച്ച് നോക്കൂ. അത് സുഖമോ ദുഃഖമോ കലർന്നതാ ജീവിതം, അത് വേറെ കാര്യം. പക്ഷേ അമ്മ എന്നെ ധരിച്ചത് കൊണ്ടല്ലേ എനിക്ക് വരാൻ സാധിച്ചത് ഭൂമിയിലേക്ക്. നമ്മൾ ആരെങ്കിലും അമ്മയോട് കൃതാർത്ഥത പറയാനും, അമ്മ എന്നെ ഗർഭം ധരിച്ച് വേദനയോടുകൂടി എല്ലാം സഹിച്ച് എന്നെ നിലനിർത്തി, എന്നെ വളർത്തി, അതിന് നമ്മൾ ആരെങ്കിലും കൃതാർത്ഥത പറയാറുണ്ടോ? ഇവിടെ അത് ഓർമ്മിപ്പിക്കുകയാണ്, ഈശ്വരനോട് കൃതാർത്ഥരാകൂന്ന്. ഈശ്വരൻ പ്രപഞ്ചത്തിനെ മുഴുവൻ ധരിച്ചത് കൊണ്ടാണ് എനിക്ക് വരാൻ സാധിച്ചത് ഈ ഭൂമിയിലേക്ക്. ആ സ്തുതി, ആ കൃതാർത്ഥത എന്നുള്ള വാക്കാണ് ഇവിടെ സ്തുതി എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ പേര് പറഞ്ഞു സ്തുതിച്ചോളെ ഭഗവാൻ. നമ്മൾ ഇപ്പം ഭഗവാനിലേക്ക് വിട്ടേര്, അറ്റ്ലീസ്റ്റ് നമ്മുടെ അമ്മയെങ്കിലും സ്തുതിക്കുക ഈ സന്ദർഭത്തിൽ. ഞാൻ പറയുന്നതല്ല, ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ ഈ ഭാഷ്യത്തിൽ പറയുന്നതാണ്. അത് ആദ്യം അമ്മയെ സ്തുതിക്കൂ, അതിനുശേഷം പ്രപഞ്ചത്തിനെ സ്തുതിക്കാൻ, ഈശ്വരനെ സ്തുതിക്കാൻ പറയുകയാണ്. അതാണ് ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ സാരം. ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ സാരം ഹിരണ്യഗർഭ സ്തുതി. ഇപ്പം ഹിരണ്യഗർഭൻ ആരാണെന്ന് നമ്മൾ കണ്ടു, എന്താണ് സ്തുതി എന്നും കണ്ടു അല്ലേ? ഇനി അടുത്തതിലേക്ക് പോകുവാണ്. മന്ത്രം 2. പ്രപഞ്ചത്തിനെ മുഴുവൻ ധരിച്ചത് കൊണ്ട് എന്ത് പറയുന്നു? പ്രപഞ്ചത്തിനെ മുഴുവൻ ഗർഭം ധരിച്ച് സൃഷ്ടിച്ചത് കൊണ്ട് ഈശ്വരനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ? സമയം കിട്ടുന്നില്ലെന്ന് തോന്നുന്നല്ലേ? എഴുതിയാ? നമുക്കതിന് അടുത്തതിലേക്ക് പോകാം. മന്ത്രം 2 3ന്റെ പകുതി, 3.5, 3.5 മന്ത്രം. അല്ല ഇപ്പോഴില്ല, ദ്വിതീയോധ്യായം മുതലേ നമ്മൾ ചൊല്ലുകയുള്ളൂ.
കാരണം ഇതെല്ലാം ഉപാസന ആയതുകൊണ്ട് ഉപാസന തീരുന്നത് വരെ. ഇനി ഇതിൻ്റെ ഇടയ്ക്കും മധുകാണ്ഡം കഴിഞ്ഞ് അടുത്ത കാണ്ഡം എത്തുമ്പോഴും ഉപാസനയുണ്ട്. അവിടെ എത്തുമ്പോഴും നമ്മൾ ഉപാസനകളെല്ലാം ഇങ്ങനെ പോവുകയുള്ളൂ. അടുത്തത് എഴുതിക്കോളൂ. മന്ത്രം 2ഉം 3ന്റെ പകുതിയും, 3½ അതായത് 3ാമത്തെ മന്ത്രത്തിൻ്റെ പകുതി വരെ. അതിൻ്റെ ഹെഡിങ് എഴുതിക്കോളൂ. കഹ ബന്ധഹ. അവിടെ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് ബന്ധനം. നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. കഹ സംസാരഃ. കഹ ബന്ധഃ കഹ സംസാരഃ. എന്താണ് സംസാരം? സംസാരം എന്ന് വെച്ചാൽ പുനർജന്മം. അല്ലെങ്കിൽ ഓർന്നിട്ടിട്ട് അല്ലെങ്കിൽ സംസാരത്തിന് പറയുന്ന മറ്റൊരു പേരും കൂടെ എഴുതിക്കോളൂ. കഹ ബന്ധഹേതുഹു. ഈ ബന്ധനത്തിന് ഹേതു എന്ന് വെച്ചാൽ കാരണം. കഹ ബന്ധഹേതുഹു. എന്താണ് ഈ ബന്ധനത്തിന് കാരണം? അല്ലെങ്കിൽ എന്താകുന്നു ഈ സംസാരം? അല്ലെ എന്താകുന്നു ഈ പുനർജന്മം? ഇനി 3ാമത്തെ പോയിന്റ്. ബന്ധ നിവൃത്തി. ബന്ധ നിവൃത്തി ഉപായം. ഉപായം എന്താ? സൊല്യൂഷൻ അല്ലേ? ബന്ധനിവൃത്തി ഉപായം. ഉപായ ഉപാസന. ബന്ധനിവൃത്തി ഉപായ ഉപാസന. ഈ ബന്ധത്തിൽ നിന്നും നിവൃത്തി നേടുവാനുള്ള ഉപായം ഉപാസനാ രൂപത്തിൽ പറയുന്നു. ഇതെല്ലാം ഉപാസന അധ്യായമായതുകൊണ്ട് എല്ലായിടത്തും ഉപാസനയാണ് പറയുന്നത്. ബന്ധനിവൃത്തി ഉപാസന ഉപായം. ഇതാണ് മന്ത്രം 2 മന്ത്രം 3ന്റെ പകുതി വരെ പറയുന്നത്. ഇനി ഇതെന്താണെന്ന് വിസ്തരിച്ച് പറയാം. ബന്ധ നിവൃത്തി ഉപായ ഉപാസന. നമ്മളെ 3 പോയിന്റ് പറഞ്ഞല്ലേ? മന്ത്രം 2 മന്ത്രം 3 ഇതിൻ്റെ പകുതി വരെ എന്താണ് ബന്ധനം. അത് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. നമ്മൾ ആരാണ് ഈശ്വരനെന്നോ ആരാണ് ഹിരണ്യഗർഭനെന്നോ ആരാണ് ഈ സൃഷ്ടി നടത്തിയത്, ആരിനാലാണ് ഞാൻ നിലനിൽക്കുന്നത്, ആരുകൊണ്ടാണ് ഞാൻ ഉത്ഭവിച്ചത് ഇത്യാദി ഇത്യാദി ഒരു ചിന്തയില്ലാതെ എൻ്റെ സുഖം ഭോഗം എനിക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ളത്. ഞാൻ ഇതിൽ നിന്നും എന്തൊക്കെ എനിക്ക് ഉണ്ടോ അതിനെയൊക്കെ മനുഷ്യൻ്റെ ഭോഗത്തിന് വേണ്ടി മാത്രമാണ് മറ്റ് എല്ലാ ജീവചരാചരങ്ങളും നിലനിൽക്കുന്നത് ഇത്യാദി ധാരണയിലൂടെ ജീവിക്കുക. അതാണ് ബന്ധനം. അതായത് അകൃതാർത്ഥത്വം ബന്ധനം. ബന്ധനത്തിൻ്റെ ഡെഫിനിഷനാണ് അകൃതാർത്ഥത്വം ബന്ധനം. എനിക്കൊരു കൃതാർത്ഥതയില്ലായ്മ, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് ജീവിക്കുന്നവരില്ലേ. എനിക്ക് വേണ്ടിയാണ് ജലം, എനിക്ക് വേണ്ടി മാത്രമാണ് വായു, എനിക്ക് വേണ്ടി മാത്രമാണ് ഭൂമി, ഇങ്ങനെ ജീവിക്കുന്നവർ അല്ലേ. അതായത് സമൂഹത്തിനെയോ രാഷ്ട്രത്തിനെയോ മറ്റ് ജീവചരാചരങ്ങളെയോ ഒന്നിനോടും ഒരു ദയയില്ലായ്മ അല്ലേ. ഒന്നിനെയും അവരുടെ കണ്ണിൽ അതൊന്നും ഇല്ല, അതിനൊന്നും നിലനിൽപ്പില്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അതെല്ലാം. അങ്ങനെയുള്ള കൂട്ടർ ലോകത്ത് ഒരുപാടുണ്ട്. നാസ്തികരെന്നൊക്കെ അവരെ വിളിക്കും. റൊട്ടി കപ്പട മഖാൻ ഇത് മാത്രമല്ല, അവർക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ, ആഹാരം നിദ്ര മൈഥുനം ഇത് എനിക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള അത്
അങ്ങനെയാവരുത്. അത് വീണ്ടും വീണ്ടും ബന്ധനമുണ്ടാകും. അതാണ് അകൃതാർത്ഥത്വം. അതൊരിക്കലും മറക്കരുത് ഈ ഡെഫിനിഷൻ കേട്ടോ. വേറെ എന്ത് മറന്നാലും ഇത് മറക്കരുത്. കാരണം നമ്മൾ ഒരിക്കലും അകൃതാർത്ഥരാകരുത്. ഭഗവാൻ എനിക്ക് എന്തൊക്കെ നൽകിയോ അതിനൊക്കെ കൃതാർത്ഥത പറയുക. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ബന്ധമുണ്ടാകും. അതാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ഈശ്വരനോട് എപ്പോഴൊക്കെ നന്ദി പറയാൻ സാധിക്കുമോ അത്, ആ ഈശ്വരനെ നിങ്ങൾ ഹിരണ്യഗർഭൻ എന്ന് വിളിച്ചോ, മഹാവിഷ്ണു എന്ന് വിളിച്ചോ, മഹാദേവൻ എന്ന് വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ആ ഈശ്വരനോട് നമ്മൾ ഓരോ നിമിഷവും കൃതാർത്ഥതയോടുകൂടി ജീവിച്ചാൽ അത് ഉപാസനയായി അല്ലേ. എന്തെളുപ്പമായ ഉപാസനയായി യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. നമ്മളോട് ഹിമാലയത്തിൽ പോയിരിക്കാനോ ഒന്നും പറയണില്ല. നമ്മൾ ഒരു നിമിഷം നന്ദി പറഞ്ഞാൽ മതി. എന്ത് നന്ദി? എനിക്ക് ഈശ്വരൻ സർവ്വതും ഒരുക്കി തന്നു, എന്നെ ഗർഭം ധരിച്ചു, എനിക്ക് ഭൂമിയിലേക്ക് അവതരിക്കാൻ സാധിച്ചു, അല്ലെ വരാൻ സാധിച്ചു അല്ലേ. ഭഗവാൻ ആകാശമായും വായുവായും പ്രാണനായും എല്ലാമായും എനിക്ക് സുലഭമായി എല്ലാം കിട്ടുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു അല്ലേ. അതൊരു കൃതാർത്ഥത. എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു, അതൊരു കൃതാർത്ഥത. അങ്ങനെ എന്തൊക്കെയാണോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് ഈശ്വരനോട് നന്ദി പറയാൻ സാധിക്കുന്നത് എങ്കിൽ അത് ഉപാസനയാണ് അല്ലേ. മനസ്സിലാക്കണേ. എന്തൊക്കെ എനിക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുന്നു അല്ലേ, അത് ദഹിക്കുന്നു, എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ സാധിക്കുന്നു, അത് ദഹിക്കുന്നു അല്ലേ. എനിക്ക് ഒന്നിനും ഒരു കുറവില്ല അല്ലേ. വീട്ടിലിരുന്ന് ഫോൺ കുത്തിയാൽ അപ്പോൾ ഓട്ടോ വരും, അപ്പോൾ കാറ് വരും അല്ലേ. എനിക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ വീട്ടിൽ വരും. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈശ്വരൻ തന്നിരുന്നത്. നമ്മൾ ആരെങ്കിലും അതിന് നന്ദി പറയാറുണ്ട്? അതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അതാണ് ഇവിടെ പറയുന്നത്. അതിനൊന്നും നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തുടരുകയാണെങ്കിൽ അത് എന്താണ്, ഉപാസനയായെന്ന്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, കുളിക്കുക, നിത്യവും കുളിക്കുക, വിളക്ക് കത്തിക്കുക, ക്ഷേത്രത്തിൽ പോവുക, ഏകാദശി എടുക്കുക, അല്ലെങ്കിൽ പ്രദോഷം അനുഷ്ഠിക്കുക. ഇതൊക്കെയാണ് ഉപാസന എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ ചട്ടക്കൂട് പൊളിച്ചെടുക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. ഇതൊക്കെ ഉപാസന തന്നെ. പക്ഷെ ഇതിനും അപ്പുറത്തൊരു ഉപാസനയുണ്ട്. എന്താണത്? കൃതാർത്ഥത. എന്തൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയോ അതിന് ആ നൽകിയവനോടുള്ള നന്ദി. ഞാനൊക്കെ 10ാം ക്ലാസ് വരെ ഈ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. കോട്ടയത്തൊക്കെ അതേ ഉള്ളൂ. അപ്പോൾ അവരെന്നും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം അതിന് നന്ദി പറയുകയാണ് അവരോട്. കാരണം അവർ നമ്മളെ അത് പഠിപ്പിച്ചു. സിസ്റ്റർമാരും പള്ളിയിൽ അച്ഛന്മാരൊക്കെ നമുക്ക് രാവിലെ അവരുടെ വക അസംബ്ലിയിൽ ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഇന്ന് എനിക്ക് സ്കൂളിൽ വരാൻ സാധിച്ചു, അതിന് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാറ്റിനും അവർ നന്ദി പറയാൻ പഠിപ്പിക്കുമായിരുന്നു. ഇന്നെനിക്ക് ഓരോ പീരീഡ് കഴിയുമ്പോൾ 9 തൊട്ട് 10 വരെ, അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ അടുത്ത ടീച്ചർ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ടീച്ചർ ആ ഫസ്റ്റ് പീരീഡ് അവസാനിപ്പിക്കുമ്പോൾ ടീച്ചർ പറയും, ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചതിന് കർത്താവെ സ്തുതി എന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുക. അപ്പോൾ നമ്മളും പറയും, ഇന്ന് എനിക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് കർത്താവെ സ്തുതി എന്ന് പറയും. അത് അവർ പഠിപ്പിക്കുന്നത് ഇപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. അത് ഫോളോ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട് ഇതൊക്കെ. പക്ഷെ കാലാന്തരത്തിൽ വന്ന പരിണാമം കൊണ്ട് ഇപ്പോഴാരും അത് ചെയ്യാറില്ല. നമ്മളെ യാജ്ഞവൽക്യ മഹർഷി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് 7 മുതൽ 8 വരെ ക്ലാസ്സിന് ഇരിക്കാൻ സാധിച്ചു. ആരെയാണോ, അത് കർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ പരമാത്മാവായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരോട് സ്തുതി എന്ന് വെച്ചാൽ എന്താ? നന്ദി പറയുക. എങ്കിൽ അത് ഉപാസനയായി.
അല്ല ഇനി നാളെ മുതൽ ആരും ഏകാദശിയും പ്രദോഷവും അനുഷ്ഠിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. അതിലും അപ്പുറത്ത് സൂക്ഷ്മമായ സാധനയാണ് ഈ കൃതാർത്ഥത്വം എന്ന് യാജ്ഞവൽക്യ മഹർഷി ഓർമ്മിപ്പിക്കലാണ് ഈ ചതുർത്ഥ ബ്രാഹ്മണ ഉപാസന. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.